ഇന്ന് അനിയന്റെ ബർത്ത്ഡേ ആണ്. ഇപ്പൊ സമയം ഏകദേശം 3 മണി കഴിഞ്ഞ് എന്റെ അദ്വൈതിനെ വിളിക്കാനായിട്ട് സ്കൂളിൽ വന്നേക്കാണ്. ഞാൻ ഇതുവരെ അനിയനെ വിഷ് ചെയ്തിട്ടില്ല കേട്ടോ. പാവം ഇന്നലെ തൊട്ട് എന്നെ ഓർമ്മിപ്പിക്കുന്നതാണ് ബർത്ത്ഡേ ആണെന്ന് കേട്ടോ. അപ്പൊ രാവിലെ ഞാൻ കണ്ടില്ല. രാവിലെ ഞാൻ എഴുന്നേക്കണേക്ക് മുമ്പ് അനിയേട്ടൻ കടയിൽ പോയി. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇടയ്ക്ക് ഒന്ന് ഫ്രീ കിട്ടുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഓർമ്മിപ്പിക്കാറുള്ളതാണ്. ഇപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരുന്നപ്പോൾ അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര തിരക്കാ, ടാക്സിന്റെ പേപ്പറൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ പാവം വെച്ചിട്ട് പോയെ. അപ്പൊ നമ്മളൊരു സൂപ്പർ സർപ്രൈസ് ആണ് അനിയന് വേണ്ടി ഇന്ന് വൈകുന്നേരം ഒരുക്കിയിരിക്കുന്നത്. ഞാൻ ശരിക്കും സെപ്റ്റംബർ 1 ആയപ്പോഴത്തേക്കും എന്നോട് പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയായിരുന്നു. എന്നോട് ബലൂണുകളും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു വലിയ രീതിയിലുള്ള സർപ്രൈസ് അല്ല ഉദ്ദേശിക്കുന്നത്, ചെറിയ രീതിയിലുള്ളതാണ്. എന്നാലും ഈ ബേബി സിറ്റിങ്ങും ഈ സർപ്രൈസ് അറേഞ്ച്മെൻറ്റും എല്ലാം കൂടെ ശരിക്കും പറഞ്ഞൊരു മൾട്ടി ടാസ്കിങ് പരിപാടി കേട്ടോ. ബേബിനെ ഉറക്കി കിടത്തിയിട്ടാണ് നമ്മൾ കലാപരിപാടികൾ തുടങ്ങിയതെങ്കിലും 10 മിനിറ്റിനുള്ളിൽ ബേബി എഴുന്നേറ്റു. അപ്പോൾ ബെലാറാത്തിലുള്ള ചീസ് കേക്കിൽ നിന്നായിരുന്നു നമ്മൾ കേക്ക് ഓർഡർ ചെയ്തത്. കസ്റ്റമൈസ്ഡ് കേക്ക് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിൽ കേക്ക് ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവരുടെ കേക്കുകളൊക്കെ കുറച്ച് പുളിയും കുറച്ച് ഉപ്പും ഒക്കെ ഉള്ള കേക്കുകളാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ നമ്മുടെ ടേസ്റ്റിൽ കിട്ടുന്ന വളരെ റെയറായിട്ട്. പക്ഷേ ചീസ് കേക്ക് അങ്ങനെ ഒരു കടയാട്ടോ. നമ്മുടെ നാട്ടിലെ ടേസ്റ്റിൽ തന്നെ അവർ കേക്ക് ഉണ്ടാക്കി തരും. കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സൊക്കെ ചെയ്തു തരും. അപ്പോൾ അങ്ങനെ ഞാൻ 2-3 ദിവസം മുമ്പാണ് ഓർഡർ പ്ലേസ് ചെയ്തത്. ഇപ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്ത് റെഡ് വെൽവെറ്റ് ആണ്. റെഡ് വെൽവെറ്റ് ടോപ്ഡ് വിത്ത് ചോക്ലേറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ റിസൾട്ട് വന്നത്. മീഡിയം സൈസ് കേക്കാണ്. കാരണം കേക്കിൻ്റെ ഫാൻസ് അല്ല വീട്ടിലുള്ളവർ, എല്ലാവരും കുറേശ്ശേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് കേക്കാണ് ഓർഡർ ചെയ്തത്. അത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതും ഏറ്റെടുത്തു, ബലൂൺ വീർപ്പിക്കലും ഡെക്കറേഷൻ്റെ പരിപാടിയൊക്കെ. അപ്പോൾ ഇതൊരു തട്ടിക്കൂട്ട് പരിപാടി ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് ഗസ്റ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരാളാണ് ഈ സവോള എറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ഗ്രേസിൻ ചേട്ടൻ. മന്തിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നമ്മുടെ ഷാൻജിയുടെ റെസിപ്പിയാണ്. ഷാൻജിയുടെ വലിയൊരു ഫാനാണ് ഞാൻ. 6 മണിയായപ്പോഴത്തേനും അനിയേട്ടൻ വന്നു. നമ്മളെല്ലാവരും ഡോർ തുറക്കുന്നതിൻ്റെ പുറകെ പോയി നിന്നിട്ട് ഡോർ തുറന്നോടി ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് വെൽക്കം ചെയ്തു. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ആ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്, ബർത്ത്ഡേ കേക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഈ ഡെക്കറേഷനൊക്കെ ചെയ്ത് സെറ്റാക്കി. May the good God bless you. May the good God bless you. May the good God bless you, Anish. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you, Anish. Happy birthday to you. May the good God bless you. May the good God bless you. May the good God bless you, Anish. Happy birthday to you.
അപ്പോൾ ഇതാണ് നമ്മൾ അനിയന് കൊടുത്ത ഒരു ചെറിയ ബർത്ത്ഡേ സർപ്രൈസ്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.